ക്രൂശിത രക്ഷക വിമോചന. ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നത് അനുഗ്രഹങ്ങളിലൂടെയല്ല, അത്ഭുതങ്ങളിലൂടെയല്ല. യേശു നമുക്ക് രക്ഷ നേടിത്തന്നത് സഹനത്തിലൂടെയാണ്. കുരിശുമരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും തൻ്റെ കാൽവരി യാഗത്തിലൂടെയുമാണ് യേശു നമുക്ക് രക്ഷ നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു എന്നിലൂടെ എൻ്റെ കുടുംബത്തിലൂടെ കടന്നു പോകാൻ ഞാൻ അനുവദിക്കുമ്പോൾ അവിടെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം ഉയർത്തപ്പെടുകയാണ്. അവിടെ സാമ്പത്തിക ഉന്നതി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു രോഗമില്ലാത്ത അവസ്ഥയല്ല ഈ പറയുന്നത്, ഞെരുക്കമില്ലാത്ത അവസ്ഥയല്ല പറയുന്നത്. സങ്കടങ്ങളോ സഹനങ്ങളോ വേദനകളോ തിരസ്കരണ അനുഭവങ്ങളോ ഒറ്റപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളോ ആരും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളോ ഇതൊന്നുമില്ലാത്ത അവസ്ഥയല്ല ഈ പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ, അവനോടുള്ള ബന്ധത്തിൽ എൻ്റെ നിത്യജീവൻ, എൻ്റെ നിത്യത, എൻ്റെ സ്വർഗം ഞാൻ ഉറപ്പിച്ചു. ആ ഉറപ്പോടുകൂടി ഒരുവൻ ജീവിക്കുമ്പോൾ അവൻ രക്ഷയുടെ അനുഭവത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ അമ്മ തീരുമാനമെടുത്തപ്പോൾ എന്തെല്ലാം ആശങ്കകളാണ്, എന്തെല്ലാം സഹനങ്ങളാണ് അമ്മയ്ക്കുണ്ടാകാൻ പോകുന്നത്. പാരമ്പര്യം അനുസരിച്ച്, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞ് കൊല്ലും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതോടൊപ്പം കുഞ്ഞിനെ കൈകളിൽ എടുത്തിട്ട് ശിമിയോൻ പറഞ്ഞു, ഇതാ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. യെസ്. അപ്പൊ ദൈവ പദ്ധതിയോട് ഒരുവൻ സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കണം, അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന ഒരു സഹനമുണ്ട്. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പിതാവിന്റെ ഹിതത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ യേശു തയ്യാറായപ്പോൾ ആ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടത് സഹനത്തിന്റെ പാരമ്യത്തിലാണ്, സഹനത്തിന്റെ പൂർത്തീകരണത്തിലാണ്. കാൽവരി കുരിശിലാണ് പിതാവായ ദൈവത്തിന്റെ ഹിതം യേശുക്രിസ്തുവിലൂടെ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പോൾ യേശുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ സഹനം കൂടെയുണ്ട് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. കാരണം സഹനത്തിലൂടെ മാത്രമാണ് ഒരുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിനെ ഒരുവൻ തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി കടന്നുപോയ സഹനത്തിന്റെ ആഴവും ഇങ്ങനെ ആധിക്യമൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഈശോ എന്നിനെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുന്നു. അല്ലാതെ യേശു ചെയ്ത അത്ഭുതങ്ങൾ മാത്രമല്ല, യേശു കാണിച്ച അടയാളങ്ങൾ മാത്രമല്ല, യേശു ലാസറിനെ ഉയർപ്പിച്ചു, അന്ധന് കാഴ്ച നൽകി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, ഇതും മാത്രം കണ്ടിട്ടല്ല ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റുപറയുന്നത്. മറിച്ച് ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ക്രിസ്തുവിനെ മാത്രമല്ല രക്ഷയുടെ, അതിന്റെ പൂർണ്ണതയുടെ അടയാളമായി ഒരു ക്രിസ്ത്യാനി സ്വീകരിക്കുന്നത്, മറിച്ച് രക്ഷയുടെ അടയാളം തൻ്റെ കുരിശാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, അവനെ സ്വന്തമാക്കുമ്പോൾ, അവന്റെ ഹിതത്തിന് ഒരു ദൈവ പൈതൽ കീഴ്പ്പെടാൻ തയ്യാറാകുമ്പോൾ, യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള കരുത്തെടുക്കുമ്പോൾ അവൻ സഹനത്തിന്റെ ഇടങ്ങളിലൂടെ, വേളകളിലൂടെ, അനുഭവങ്ങളിലൂടെ ബോധപൂർവം യേശുവിനെ പ്രതി കടന്നു പോകേണ്ടി വരും. അങ്ങനെ മാത്രമാണ് ഒരുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. തമ്പുരാൻ സ്നേഹമായി അൽത്താരയിലുണ്ട്. സ്നേഹം കൊണ്ട് നിന്നെ പൊതിയാൻ, സ്നേഹം കൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ, സ്നേഹം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ ഇതാ
ഈ അൾത്താരയിൽ കർത്താവുണ്ട്. ഈശോയെ കണ്ണു തുറന്ന് നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഭവിഷ്യം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പരിശ്രമിക്കാഞ്ഞിട്ടല്ല തമ്പുരാനെ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിന് ചേരാത്ത വേരോടെ ഞങ്ങളിൽ നിന്നും പിഴുതെറിയേണ്ട ജീവിതത്തിൻ്റെ പല മേഖലകളുണ്ട്. ഈശോയെ, പൊന്നു തമ്പുരാനെ, നീ കരുണ കാണിക്കാൻ പറ. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ എന്നെ വിശുദ്ധീകരിക്കാൻ പറ. നിന്റെ കരുണയാൽ എന്നെ വീണ്ടെടുക്കാൻ പറ. മക്കളെ, കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നിങ്ങളുടെ വേദനകളെല്ലാം ഈശോയെടുത്തൊന്ന് പറഞ്ഞേ. നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ അവസ്ഥകളുണ്ടല്ലോ, അത് ഈശോയെടുത്ത് പറ. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ നൊമ്പരവും ഭാരവുമായി കടന്നു പോകുന്നുണ്ടോ, എല്ലാം ഈശോയെടുത്ത് പറ. ഈ നിമിഷങ്ങളെല്ലാം നമ്മുടെ ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കേണ്ട നിമിഷങ്ങളാണ്, ആരാധനയുടെ നിമിഷങ്ങൾ. ഇതുപോലെ സ്നേഹിക്കാൻ ലോകത്താരാവുള്ളേ? ഇതുപോലെ നിന്നെ ചേർത്ത് പിടിക്കാൻ ഈ ലോകത്താരാവുള്ളേ? ഇതുപോലെ നിന്നെ മനസ്സിലാക്കാൻ, ഇതുപോലെ നിന്നോട് കരുണ കാണിക്കാൻ ഈ ലോകത്താരുണ്ട്? ആ കർത്താവിന്റെ മുമ്പിൽ ഹൃദയം തുറന്നേ, മനസ്സ് തുറന്നേ, തമ്പുരാനെ, നീ എന്നോട് കരുണ കാണിക്കേ. ഈശോയെ, എൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങി വാ. ഈശോയെ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കുക. തമ്പുരാനെ, മനസ്സ് നീറി ഹൃദയം ഭാരപ്പെട്ട് ഒക്കെ കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. അറിയില്ല ദൈവമേ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടതകളും നഷ്ടങ്ങളും പരാജയങ്ങളും വേദനകളും ദുരിതങ്ങളും മാത്രം. മനസ്സാകെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. ഒന്ന് പോസിറ്റീവായിട്ട് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ അതുപോലെ ഭാരമുണ്ട്, ഹൃദയത്തിൽ അതുപോലെ വേദനകളുണ്ട്. ദൈവമേ, നീ എന്നോട് കരുണ കാണിക്കാൻ പറ. എൻ്റെ ഈ അനുഭവത്തിൽ നീ മാത്രമാണ് എനിക്ക് കൂടെയുള്ളത്, നീ മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കാനുള്ളത്. ഈശോയെ, എനിക്കാരുമില്ല എൻ്റെ വേദനകളൊന്ന് പങ്കുവെക്കാൻ, എനിക്കാരുമില്ല എൻ്റെ സങ്കടങ്ങളൊന്ന് പറയാൻ, എനിക്കാരുമില്ല എൻ്റെ നൊമ്പരങ്ങളൊന്ന് പറയാൻ. തമ്പുരാനെ, നീ മാത്രമേ എനിക്കുള്ളൂ. ഇതാ നിന്റെ മുമ്പിൽ എൻ്റെ വേദനകൾ ഞാൻ ഇറക്കി വെക്കുന്നു, നിന്റെ മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഇറക്കി വെക്കുന്നു. ഓ ദൈവമേ, നീ എന്നോട് കരുണ കാണിക്കണമേ. ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളിലെയും നീ ഇറങ്ങി വന്ന് എന്നെ നീ ഒന്ന് സ്പർശിക്കാൻ പറ, എന്നെ നീ ഒന്ന് വീണ്ടെടുക്കാൻ പറ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം